ഒരു സമയത്ത് നമുക്ക് അയാൾക്കൊരു അത്യാവശ്യം വന്ന സമയത്ത് നമ്മളൊരു പൈസ ഒരു 20 ലക്ഷം കടമായിട്ട് കൊടുത്തിട്ടുണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് ഒരു 4 വർഷം ഞാൻ ചോദിച്ചിട്ടേ ഇല്ല. കൊറോണ വന്ന് 2 വർഷം കൊറോണ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാനൊരു വീട് പണി തുടങ്ങിയ സമയത്ത് അത് ഞാൻ തിരിച്ചു വെച്ച സമയത്ത് ഒരു റെസ്പോൺസും ഇല്ല. തരാം, അത് ഇറങ്ങിയിട്ട് തരാം, മറ്റേ പടം ഇറങ്ങിയിട്ട് തരാമെന്ന് പറഞ്ഞു. ഞാനത് അമ്മയെ കംപ്ലൈന്റ് ചെയ്ത സമയത്ത് എനിക്ക് ആ സമയത്ത് കുറച്ചൊരു പടത്തിന്റെ ഡേറ്റുകളൊക്കെ തന്നിട്ടുണ്ടായി. പിന്നെ ആ പടങ്ങളൊന്നുമില്ല, പിന്നെ ഒരു പടവും ഇല്ല, ആരും വിളിക്കുന്നുമില്ല. പിന്നെ നമ്മളിപ്പം രണ്ടാമത് ഇതിലേക്ക് ഇങ്ങനെ കുറേശ്ശെ പിന്നെയും ചുവട വെച്ച് വന്നുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. പല സ്ഥലത്തും ഇതിനെ പറ്റി പല നെഗറ്റീവും സമയത്തിന് വരില്ല. പിന്നെ ഭയങ്കര നേരത്തെ പണി എനിക്ക് മനസ്സിലായില്ല. ഞാൻ എറണാകുളത്ത് നിന്ന് ഷൂട്ട് കഴിഞ്ഞ് 6 മണിക്ക് ഉച്ചയ്ക്ക് വീട്ടിൽ പോയി ചോറിനാൻ കഴിയും. ഒരാൾക്ക് വീട്ടിൽ പോയിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ. അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ അത് ഞാൻ ഇപ്പോഴാണ് ഞാൻ വിചാരിച്ച സ്വാഭാവികമായിട്ട്. കാരണം നമ്മളെ കൊറോണയ്ക്ക് ശേഷം സിനിമകൾ മാറി, ഹ്യൂമറിന്റെ പരിപാടികളെ മാറി, നമ്മൾ ചെയ്ത ഹ്യൂമർ ഒന്നല്ല ഇപ്പം. അപ്പം അതുകൊണ്ട്